ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മട 24/7ലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി വൊക്കാബുലറി സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ ഈ ഒരു വൊക്കാബുലറിയുടെ സെഷൻ കാലത്ത് 10 മണിക്കുണ്ട്. നമ്മൾ 50 സെഷൻസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞേക്കാണ്. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഡിയംസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രേസൽ വെർബ്, സിനോണിംസ്, ആന്റണിംസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ വാക്ക് ട്രൈറ്റ്. ട്രൈറ്റിന്റെ സിനോണിമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ട്രൈറ്റ് എന്ന് പറഞ്ഞാല്? എല്ലാവരും ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കമന്റ്സ് വരട്ടെ. ട്രൈറ്റ് ട്രൈറ്റ് എന്ന് പറഞ്ഞാല് ബോറിംഗ് ആയിട്ടുള്ള കേട്ടോ, ബോറിംഗ് ആയിട്ടുള്ള. നമ്മൾ വേറൊരു വാക്ക് പഠിച്ചിട്ടില്ലേ, ബെനാൽ എന്ന് പറഞ്ഞിട്ട്. ബെനാൽ എന്ന് പറഞ്ഞാൽ എന്താ? ബോറിംഗ് ആണ് അല്ലെ. എല്ലാ ദിവസവും ബനാന ഓൾ, ബനാന ഓൾ, എല്ലാ ദിവസവും ബനാന കഴിച്ചു കഴിഞ്ഞാൽ ബോറിംഗ് ആണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ് അല്ലെ. അപ്പൊ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓർക്കുക, ട്രൈ ഇറ്റ്. ഒരുപാട് തവണ നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും എന്ന് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ബോറിംഗ്. ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബോറിംഗ്. അടുത്ത് നോക്കാം, ജെജ്യൂൺ. ജെജ്യൂണിന്റെ സിനോണിമാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് വേഗം ആൻസർ ചെയ്തേ. ജെജ്യൂൺ. ആൻസർ പോരട്ടെ, സ്പീഡിൽ കമന്റ് ചെയ്യാം കേട്ടോ. ജെജ്യൂൺ എന്ന് പറഞ്ഞാല് ബോറിംഗ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ജെജ്യൂൺ എന്ന് പറഞ്ഞാലും ഇറ്റ് മീൻസ് ബോറിംഗ്. അപ്പോ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ സ്കൂളൊക്കെ തുടങ്ങുന്ന മാസമാണ് അല്ലെ, തുടങ്ങുന്ന മാസമാണ് ജൂൺ മാസം. അപ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് ബോറിംഗ് ആണെന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്യുക. ജെജ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ജെജ്യൂൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ബോറിംഗ് ആണ് കേട്ടോ. ജെജ്യൂൺ എന്ന് പറഞ്ഞാൽ ബോറിംഗ്. അപ്പൊ ബോറിംഗ് വെച്ചുള്ള രണ്ടെണ്ണം നമ്മൾ പഠിച്ചേ. ട്രൈറ്റ് എന്ന് പറഞ്ഞാലും ബോറിംഗ്, ബെനാൽ എന്ന് പറഞ്ഞാലും ബോറിംഗ്, അതുപോലെ തന്നെ ജെജ്യൂൺ എന്ന് പറഞ്ഞാലും ഇറ്റ് മീൻസ് ബോറിംഗ്. അടുത്ത് നോക്കാം, പാരമോർ. പാരമോർ എന്ന് പറഞ്ഞാൽ എന്താ? പാരമോർ. പാരമോർ എന്ന് പറഞ്ഞാല് ലവർ ആണ് കേട്ടോ. എന്താണ് പാരമോർ എന്ന് പറഞ്ഞാല്? ലവർ. ലവേഴ്സ് ചിലവര് കുറെ പാര വെക്കുന്നൊക്കെ ഓർക്കാം അല്ലെ. മോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മോർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, പാരമോർ വെക്കുന്നത് ലവേഴ്സ് ആണെന്നുള്ള രീതിയിൽ വെറുതെ ഓർക്കുക കേട്ടോ. പാരമോർ എന്ന് പറഞ്ഞാൽ എന്താ? ലവർ ആണ്. അടുത്തത് ഏജസ്. ഏജസ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ കമന്റ് ചെയ്ത ഏജസ്. ഏജസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു മീനിങ് ആണ് ഏജസ്. അപ്പോൾ നമുക്ക് ഏജസ് എന്ന് പറയുമ്പോൾ ഈ ഏജ് എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ ഏജ് കുറഞ്ഞിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഏജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ. അടുത്തത് സാങ്ക്വിൻ. സാങ്ക്വിൻ എന്ന് പറഞ്ഞാൽ, സാങ്ക്വിൻ എന്ന് പറഞ്ഞാൽ എന്താ? സാങ്ക്വിൻ എന്ന് പറഞ്ഞാല് യെസ്, പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് എന്നൊക്കെ ഒരു മീനിങ് ആണ് സാങ്ക്വിൻ കേട്ടോ. സാങ്ക്വിൻ. അപ്പൊ സിംഗിന്റെ പാസ്റ്റൻസ് ആണ് സാങ് അല്ലെ. അപ്പൊ പാടി കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല പോസിറ്റീവ് പാട്ടൊക്കെ കൊള്ളാം, നമ്മൾ നല്ല പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊക്കെ ഇരിക്കണം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ സാങ്ക്വിൻ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ്. എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 5 എണ്ണം ഒന്ന് സ്പീഡ് നമ്മൾ പറഞ്ഞ ട്രൈറ്റ് എന്ന് പറഞ്ഞു അല്ലെ. ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ബോറിങ്, ജെജ്യൂൺ എന്ന് പറഞ്ഞാൽ ബോറിങ്, പാരമോർ എന്ന് പറഞ്ഞാൽ ലവർ ആണ്, ഏജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് പ്രൊട്ടക്ഷൻ, സാങ്ക്വിൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഇനി അടുത്ത് നമുക്ക് ആന്റണിം നോക്കാം കേട്ടോ. ആന്റണിം ആണ് നമ്മൾ നോക്കുന്നത്. എഫ്ലുവൻസിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. എഫ്ലുവൻസിന്റെ ആന്റണിം. എഫ്ലുവൻസ് പറഞ്ഞാൽ എന്താ? പറയാവോ? എന്താണ് എഫ്ലുവൻസ് പറഞ്ഞാൽ? റിച്ച് ആയിട്ടുള്ള എന്നൊക്കെ ഒരു നമ്മൾ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു. നല്ല ഫ്ലുവന്റ് ആയിട്ട്, എഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ഫ്ലുവന്റ് ആയിട്ടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ കുറച്ച് റിച്ച് ആണെന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഓർക്കാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ എഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ റിച്ച് ആണ്. അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ ആയിരിക്കും പോവേർട്ടി അല്ലെ. ധനികനല്ലാത്ത അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് പോവേർട്ടി. ഓക്കെ, സോ എഫ്ലുവൻസിന്റെ ആന്റണിം ഇറ്റ് ഇസ് പോവേർട്ടി. അടുത്ത് നോക്കാം, ഫ്രാഗ്രൻസിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രാഗ്രൻസ് എന്താ? ഫ്രാഗ്രൻസ് പറഞ്ഞാൽ സുഗന്ധമാണ് അല്ലെ. അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ അത് സ്റ്റെഞ്ച് ആണ്. സ്റ്റെഞ്ച് എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിങ്ക് എന്ന് പറയും. ഓക്കെ, സ്റ്റിങ്ക് എന്ന് പറഞ്ഞാലും എന്താ? ദുർഗന്ധമാണ്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കുക, ഈ സ്റ്റെഞ്ച് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ബെഞ്ച് എന്നൊക്കെ ഓർക്കാം. ഈ ബെഞ്ചിലൊക്കെ ഭയങ്കര ദുർഗന്ധമാണ്, അതുപോലെ തന്നെ സിങ്കിലൊക്കെ ഭയങ്കര ദുർഗന്ധമാണെന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം. അപ്പൊ നമുക്ക് സ്റ്റെഞ്ചും സ്റ്റിങ്കും ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്രാഗ്രൻസിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്, ദാറ്റ് സ്റ്റെഞ്ചും സ്റ്റിങ്കും. ഓക്കെ, അടുത്ത് നോക്കാം, ഒബ്സ്ക്വയർ. ഒബ്സ്ക്വയറിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്സ്ക്വയർ ഫേമസ് ആണ് കേട്ടോ. ഒബ്സ്ക്വയറിന്റെ ആന്റണിം എന്താണ്? ഫേമസ് ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള. ഒബ്സ്ക്വയറിന്റെ ആന്റണിം എന്താണ്? ഫേമസ്. ഓക്കെ, അടുത്തത് സെനിത്ത് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് അല്ലെ. സെനിത്ത്. സെനിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ടോപ്പ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഉയർച്ചയുടെ ഏറ്റവും പിക്ക് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സെനിത്ത് എന്ന് പറയുന്നത്. അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നാദിർ ആണ് കേട്ടോ. എന്താണ്? നാദിർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക. സെനിത്തിന്റെ ആന്റണിം എന്താണ്? നാദിർ ആണ്. ഓക്കെ, അടുത്ത് നോക്കാം, സെക്യുലന്റ് ആണ്. സെക്യുലന്റിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്യുലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജൂയിസി ആണ് കേട്ടോ. ജൂയിസി ആണ് സെക്യുലന്റ് മീനിങ്. അപ്പൊ ജ്യൂസ് ഒക്കെ നമ്മളിങ്ങനെ
ഓർക്കാം അല്ലെ? അപ്പൊ സെക്യുലന്റ് എന്ന് പറഞ്ഞാൽ ജ്യൂസി ആണ്. അതിന്റെ ആന്റണിം ചോദിക്കുകയാണെങ്കിൽ എന്താ ജ്യൂസി അല്ലാത്തത്, അതായത് ഡ്രൈ ആയിട്ടുള്ളത് അല്ലെ? അപ്പൊ സെക്യുലന്റിന്റെ ആന്റണിം ഇറ്റ് ഇസ് വാട്ട്, ഇറ്റ് ഇസ് ഡ്രൈ ആണ് കേട്ടോ, അത് ഡ്രൈ ആണ്. അപ്പൊ നമുക്ക് ഈ 5 എണ്ണം സ്പീഡിൽ നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ? എഫ്ലുവൻസിന്റെ ആന്റണിം പോവർട്ടി ആണ്. ഫ്രാഗ്രൻസിന്റെ ആന്റണിം സ്റ്റെഞ്ച് ആണ്. ഒബ്സ്ക്വയറിന്റെ ആന്റണിം ഫേമസ് ആണ്. സെനത്തിന്റെ ആന്റണിം ദാറ്റ് ഇസ് നാദർ. ഓക്കെ, സെക്യുലന്റിന്റെ ഡ്രൈ. നമുക്ക് അടുത്ത് നോക്കാം. ഫിയർ ഓഫ് റൈഡിങ് ഇൻ എ കാർ ഇസ് നോൺ ആസ്. കാറിൽ കയറി പോകാനുള്ള ഒരു പേടി. ഓക്കെ, അതിനെന്താ പറയാ? വേഗം എല്ലാവരും ആൻസർ ചെയ്തോളൂ. ഫിയർ ഓഫ് റൈഡിങ് ഇൻ എ കാർ, അതിനെ പറയുന്നത് എന്ത് ഫോബിയാണ്? അമാക്സോഫോബിയ. എന്താണ് അമാക്സോഫോബിയ കേട്ടോ? അപ്പൊ മാക്സിമം സ്പീഡിലൊക്കെ പോവും എന്നുള്ളൊരു പേടിയാണെന്ന് കണക്ട് ചെയ്യാം. അമാക്സോഫോബിയ, മാക്സിമം. ഓക്കെ, അമാക്സോഫോബിയ ആണ് ഫിയർ ഓഫ് റൈഡിങ് ഇൻ എ കാർ. അസ്ട്രാഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? അസ്ട്രാഫോബിയ പറയാവോ? അസ്ട്രാഫോബിയ ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ആണ് കേട്ടോ. ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ആണ് അസ്ട്രാഫോബിയ. ഒരു അസ്ത്രം പോലെ അല്ലെ, ഒരു അസ്ത്രം പോലെ വരുന്നതാണ് ഈ ലൈറ്റ്നിങ് എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ആണ് അസ്ട്രാഫോബിയ. അസ്ട്രാഫോബിയ. നെക്രോഫോബിയ പറയാവോ? നെക്രോഫോബിയ. നെക്രോഫോബിയ എന്തിനെ കുറിച്ചുള്ള പേടിയാണ്? നെക്രോഫോബിയ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നെക്രോഫോബിയ എന്താ? ഫിയർ ഓഫ് ഡെത്ത് ആണ്. ഫിയർ ഓഫ് ഡെത്ത് ആണ് നെക്രോഫോബിയ. ഓക്കെ, അപ്പോ ഈ തൂങ്ങി മരിച്ചു എന്നൊക്കെ ഓർക്കുക. നെക്കിലൊക്കെ തൂങ്ങി മരിച്ചു എന്നൊക്കെ ഓർക്കുക കേട്ടോ. നെക്കായിട്ടൊന്ന് കണക്ട് ചെയ്യാം. നെക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡെത്ത് ആണ്. ഫിയർ ഓഫ് ഡെത്ത്. അടുത്തത് അറാക്നോഫോബിയ. അറാക്നോഫോബിയ എന്ന് പറഞ്ഞാൽ കമന്റ്സ് പറയട്ടെ. അറാക്നോഫോബിയ. അറാക്നോഫോബിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫിയർ ഓഫ് സ്പൈഡർ ആണ്. ഓക്കെ, റാക്ക് എന്ന് ഓർക്കാം കേട്ടോ. ഒരു റാക്കില് സ്പൈഡർ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഓർക്കാം. ഈ റാക്കുകളിൽ സ്പൈഡേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഓർക്കാം. അറാക്നോഫോബിയ ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് ഫിയർ ഓഫ് സ്പൈഡർ. അടുത്തത് ഒഫിഡിയോഫോബിയ ആണ്. ഒഫിഡിയോഫോബിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫിയർ ഓഫ് യെസ് സ്നേക്സ് ആണ് അല്ലെ? സ്നേക്സ് ആണ്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ആയി പോകുന്ന ഓർക്കാം. ഓക്കെ, നമ്മൾ മരിച്ചു പോകും, ഓഫ് ആയി പോകും എന്നുള്ള രീതിയിൽ ഓർക്കാം. ഈ ഓഫ് ആണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഒഫിഡിയോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് സ്നേക്സ് ആണ് കേട്ടോ. ഒഫിഡിയോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് സ്നേക്സ് ആണ്. അപ്പൊ നമുക്ക് ഈ 5 എണ്ണം സ്പീഡിൽ നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഫിയർ ഓഫ് റൈഡിങ് എന്താണ്? അമാക്സോഫോബിയ ആണ്. അസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? അസ്ട്രാഫോബിയ, അസ്ത്രം ഓർക്കുക. അപ്പൊ ലൈറ്റ്നിങ്, ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. നെക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡെത്ത് ആണ്. നമ്മുടെ നെക്ക് ഡെത്ത് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അറാക്നോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് സ്പൈഡർ ആണ്. അതേപോലെ തന്നെ ഒഫിഡിയോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് സ്നേക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന വൊക്കാബുലറിയുടെ ആണെങ്കിലും എല്ലാം നോട്ട്സും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ആണെങ്കിലും എല്ലാ നോട്ട്സും ഡെയിലി ക്വിസുകൾ ഇതെല്ലാം നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഇതുവരെയായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ അഡ 24/7 ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. SSC ആണെങ്കിലും PSC ആണെങ്കിലും RRB ആണെങ്കിലും എല്ലാത്തിനും കോഴ്സുകളുണ്ട് കേട്ടോ. ബാങ്ക് എക്സാം ഇതിന്റെ എല്ലാത്തിനും കോഴ്സുകളുണ്ട്. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി Y758 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 17% ഓഫ് കിട്ടും. PSC മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ഈ ഒരു കോഡ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ സെഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ലൈവ് സെഷൻസ് ആണ്, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആണ്, ബേസ് മുതലുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.